ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി വന്ന് ശ്രുതിയുടെ വീടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ കോളിമെല്ല് അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്യാമാണ് വാതിൽ തുറന്നത്. അപ്പോൾ ശ്രുതിയുടെ ആ ഒരു രീതിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, എന്താ ശ്രുതി, എന്താ പറ്റിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമോ? എന്ത് പ്രശ്നം? അല്ല, ആ അശ്വിൻ സായി റാമിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ശ്രുതിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു നിന്ന് ഒന്ന് ചിരിച്ചിട്ട്, എനിക്ക് ഒരു പ്രശ്നവുമില്ല സാർ. ദേ, ഈ ശ്രുതി ലക്ഷ്മി ആരാണെന്ന് ഞാൻ ഇന്ന് എല്ലാവരുടെ മുന്നിൽ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിന്ന് എല്ലാം കൊണ്ടും നല്ലൊരു ദിവസം തന്നെയായിരുന്നു സാർ. എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ഇത് കേട്ട ശ്യാമാണെങ്കിൽ ആകെ അന്തരിച്ച് നിൽക്കുകയാണ്. വലിയ സംഭവങ്ങളെല്ലാം നടക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ശ്യാമ നിന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ നമ്മുടെ പ്രീതി വരികയാണ്. പ്രീതി വന്നിട്ട്, ശ്രുതി, നീ വന്നായിരുന്നോ? നീ എപ്പോഴാണ് വന്നത്? ഞാൻ കോളിമെല്ലടിച്ചായിരുന്നല്ലോ. ചേച്ചി കേട്ടില്ലേ? അയ്യോ ഇല്ല മോളെ, ഞാൻ കുളിക്കുകയായിരുന്നു, അതുകൊണ്ട് കേട്ടില്ല. വാ, നീ അകത്തോട്ട് വാ, ചോദിക്കട്ടെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. പക്ഷേ ശ്യാമിന് എന്താണ് നടന്നതെന്ന് ആലോചിച്ചിട്ടൊരു എത്തുപിടിയും കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ അഞ്ജലി നേരെ ശ്യാമിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ എവിടെയാണ്? പറ മോളെ. എന്താ ചേട്ടാ, എന്ത് പരിപാടിയാണ് കാണിച്ചത്? എന്തു പറ്റി? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്താ സംഭവിച്ചത്? പിന്നെ ചേട്ടാ, ഞാൻ ചേട്ടൻ തന്ന മാലയെടുത്ത് കഴുത്തിലിട്ടിട്ട് ഇവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ചേട്ടൻ വരാൻ എന്താണ്? എന്താ പറഞ്ഞത്? മാല എടുത്ത് കഴുത്തിലിട്ട് നിൽക്കുന്നോ? അപ്പം മാല നീ നഷ്ടപ്പെട്ടു എന്നല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞത്? അത് ശ്രുതിയാണോ എടുത്തത്? അയ്യോ ഇല്ലേട്ടാ, പാവം ശ്രുതി ഇങ്ങനെ ഒറ്റപ്പെടുത്തല്ലേട്ടാ. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ശ്രുതിയൊന്നല്ല എടുത്തത്. പിന്നെ എങ്ങനെയാ സംഭവിച്ചത്? അത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ തന്നെ എവിടെയോ വീണുപോയതാണ്, ആരും എടുത്തതെന്നല്ല. പിന്നെ അത് രാമേട്ടനെ കിട്ടുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, പിന്നെ വേറൊരു സംഭവം ഉണ്ടായി ചേട്ടാ. ശ്രുതിയാണ് എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ മനോരമ ആൻറ്റിയെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കി. ലാസ്റ്റ് ആ കുട്ടിയെല്ലാം എടുത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വളരെയേറെ സങ്കടം തോന്നി. പാവം, വെറുതെ തെറ്റിദ്ധരിച്ചു. അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. അല്ല, ചേട്ടൻ എന്താ ശ്രുതി എടുത്തു എന്ന് പറയാനുള്ള കാരണം? ശ്രുതിയെ ചേട്ടന് സംശയമുണ്ടോ? അങ്ങനെയല്ല, ശ്രുതിയെ സംശയമുള്ളതെന്നല്ല. പിന്നെ ഒരു പരിധി വിട്ട് ആരെയും അങ്ങനെ വിശ്വസിക്കാനായിട്ട് പാടില്ലല്ലോ എൻ്റെ പൊന്നെ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ അതല്ല ഇരിക്കട്ടെ, ഇനി നമ്മുടെ കാര്യത്തിൽ വിടാം. ഞാൻ ഈ മാലയിട്ട് നിന്നിട്ട് ചേട്ടൻ വരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഇത്ര നേരമായിട്ടും ചേട്ടനെ കണ്ടില്ലല്ലോ, എന്താണ് ഇത്ര തിരക്ക്? അയ്യോ, പറഞ്ഞ സമയത്ത് എനിക്ക് ഏതായാലും അങ്ങോട്ട് വരാനായിട്ട് പറ്റിയില്ല. ഇപ്പോഴും വർക്കെല്ലാം പെൻഡിങ്ങിലാണ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഞ്ജലി ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്യാമിന് ആകെ തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. അപ്പോൾ ശ്യാമാണെങ്കിൽ ശരി ഞാൻ പിന്നെ വിളിക്കാം, ഇപ്പോൾ ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ ഫോൺ വയ്ക്കണം. അപ്പോൾ അത് അഞ്ജലിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ നമ്മുടെ ശ്യാമാണെങ്കിൽ മനസ്സിൽ വിചാരിക്കണേ, എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു? ഞാൻ തന്നെയാണല്ലോ ബാഗിൽ ആ മാല ഇട്ടത്. പിന്നെ ആ മാല എങ്ങനെ താഴ്ത്തുനിന്ന് കിട്ടി? ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ശ്രുതി. നീ ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട ശ്രുതി. നിന്നെ ഞാൻ കൊടുക്കും. എന്നിട്ട് അശ്വിൻ സായി റാമിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ നിന്നെ അടിച്ചു പുറത്താക്കും. അങ്ങനെയുള്ള രീതി ഞാൻ അവിടെ കൊണ്ടുവരും. നീ കണ്ടോ? അധികം താമസിയാതെ നീ ആ വീടിൻ്റെ പടി ഇറങ്ങും. ഇനി ആ വീട്ടിലേക്ക് നീ ജോലിക്ക് പോകാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്നും ഇയാളിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. വളരെയേറെ ക്രൂരമായിട്ട് തന്നെ. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അശ്വിൻ്റെ റൂമിലേക്ക് ഒരു കോളിംഗ് ബെല്ല് കേൾക്കുകയാണ്. കയറി വാ രാമേട്ട. അപ്പോൾ അശ്വിൻ വിചാരിച്ചത് രാമേട്ടൻ എന്നാണ്. അപ്പോൾ നമ്മുടെ രാമേട്ടന് പകരം കയറി വന്നത് നമ്മുടെ ലാവണ്യാണ്. ലാവണ്യ ചുരിദാർ കൊടുത്തൊരു നാടൻ പെൺകുട്ടിയെ പോലെ കയ്യിൽ ചായ ഗ്ലാസ്സുമായിട്ട് നേരെ അശ്വിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. സർ, അയ്യോ അല്ല ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. ഇത് കേട്ട നമ്മുടെ അശ്വിനത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. ചേട്ടാ, ഇന്ന ചേട്ടാ ചായ. ലാവണ്യ, നിനക്കെന്താ ഭ്രാന്തായോ? നീ എന്താണ് ഈ ചേട്ടാന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? നീ എന്തിനാ ചായ ആയിട്ട് വന്നിരിക്കുന്നത്? അല്ല, നിന്റെ വേഷം എന്താണ്? നീ എന്താ വല്ല ഫാൻസി ഡ്രസ്സിന് പോകുന്നുണ്ടോ? ലാവണ്യ എന്ന് ചോദിക്കുകയാണ്. സാർ, ഇന്ന സാർ ചായ കുടിക്കുക സാർ. അല്ല ചേട്ടാ, ഇന്ന ചേട്ടാ ചായ കുടിക്കുക ചേട്ടാ. അപ്പോൾ നമ്മുടെ ശ്രുതിയാണ് ഫോണിൽ കൂടി ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ചെവിയിലൊരു ഹെഡ്സെറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മുടെ
അശ്വിൻ കാണുന്നില്ല. അപ്പം അശ്വിനാണെങ്കിൽ നിനക്ക് എന്താ ലാവണ്യ, നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് വല്ല ഭ്രാന്തം പിടിച്ചോ? അപ്പോൾ നമ്മുടെ ശ്രുതി ഈ ഓട്ടോറിക്ഷയിലിരുന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ദേ ഇനി അടുത്തതായിട്ടേ ലാവണ്യ മേഡം എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? കോഫി വേണോ ചായ വേണോ ചേട്ടാ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷക്കാരൻ പറയുവാണ്, ഏയ് എനിക്ക് രണ്ടും വേണ്ട മോളെ, ഞാനിപ്പോൾ ചായയും കോഫിയൊക്കെ കുടിച്ചതാണ്. അപ്പോൾ ഇത് കേട്ട ശ്രുതിക്ക് ആകെ അരിശം വന്നിട്ട്, ഓ എൻ്റെ പൊന്ന് ചേട്ടാ, ചേട്ടനോടല്ല പറഞ്ഞത്, ഞാൻ ഫോണിലാണ് പറഞ്ഞത്. അപ്പോൾ ലാവണ്യ വിചാരിച്ചത് ലാവണ്യോടാ പറഞ്ഞതെന്ന്. അപ്പോൾ ലാവണ്യ എടുത്ത് വായിക്കും, ചേട്ടാ ചേട്ടനോടല്ല പറഞ്ഞത്, ഞാൻ ഇതിലാ പറഞ്ഞത് എന്നൊക്കെ പറയാണ്. ലാവണ്യ ഇതൊക്കെ കേട്ട അശ്വിനാണെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ. ലാവണ്യ, നീ എന്തൊക്കെയാ ലാവണ്യ പറയുന്നത്? നിന്റെ തലക്ക് സ്ഥിരമില്ലാതെ ആയോ? നീ എന്തൊക്കെയാ സംസാരിക്കുന്നത്? നിനക്ക് വല്ല വെളിവുണ്ടോ? ചേട്ടാ ഇവിടെ നിർത്തിയേട്ടാ, ഞാനിവിടെ ഇറങ്ങിക്കോളേട്ടാ എന്ന് ശ്രുതിയും പറയുകയാണ്. അതേപോലെ തന്നെ ലാവണ്യ അശ്വിനോടും പറയുകയാണ്. പക്ഷേ എന്താ പറയുന്നത് ബോധമില്ലാതെ നിൽക്കുകയാണ് ലാവണ്യ. അപ്പം ശ്രുതിക്കാകെ ടെൻഷൻ തോന്നി, ദൈവം ഈ ലാവണ്യമേടെ എല്ലാം കുളമൊക്കെല്ലോ, എന്താണ് ചെയ്തു കൂട്ടുന്നത്? അപ്പോഴാണ് ലാവണ്യക്ക് ബോധം വീണത്. അപ്പം ലാവണ്യ മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവമേ, ആ ശ്രുതിയുടെ കോളും കിട്ടുന്നില്ലല്ലോ, ഇനി എന്താ പറയേണ്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ, കണക്ഷൻ കട്ടായിപ്പോയോ? വീണ്ടും ലാവണ്യയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ ഇതെന്താ ലാവണ്യ, നീ എന്താണ് ഈ കാണിച്ചു കൂടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഏതായാലും ദേ ഇതൊന്ന് പിടിച്ചേ, ഈ ചായ ഒന്ന് പിടിക്ക്. അങ്ങനെ ഈ ചായ പിടിക്കുകയാണ് ഈ അശ്വിൻ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഓടിപ്പാഞ്ഞ് അശ്വിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ രാമേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും, രാമേട്ട ലാവണ്യ മേഡം അവിടെ, അശ്വിൻ സാറിൻ്റെ വീട്ടിൽ സാറിൻ്റെ റൂമിലേക്ക് കയറി പോയിട്ടുണ്ടല്ലോ, ആണോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഓട്ടം. ദൈവമേ, ലാവണ്യ മേഡം ഒരബദ്ധവും കാണിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ടാണ് ശ്രുതി ഓടിക്കയറി ചെല്ലുന്നത്. അപ്പോൾ ആ സമയം തന്നെ നമ്മുടെ ഈ ലാവണ്യാണെങ്കിൽ ശ്രുതി പറഞ്ഞ ചില കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. എല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പറഞ്ഞത്, ഈ നമ്മുടെ കഴുത്തി കിടക്കുന്ന ആ ഷോള് അതെ മനഃപൂർവ്വമായിട്ടോ അല്ലെങ്കിൽ അറിയാതെയോ ഈ കെട്ടാൻ പോകുന്ന ചെറുക്കൻ നമ്മുടെ തലയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ തന്നെ കെട്ടുമെന്നാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ ലാവണ്യ. അപ്പോൾ അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ലാവണ്യയുടെ കഴുത്തിൽ കിടന്ന ആ ഷോൾ എടുത്തിട്ട് നമ്മുടെ അശ്വിൻ സായിറാമിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ദേ ഇതൊന്ന് പിടിച്ചേ സർ, എന്നിട്ടേ ഇതൊന്നു എൻ്റെ തലയിലേക്കൊന്ന് ഇടാവോ ഷോള്? ഇതെന്താ ലാവണ്യ, നിനക്ക് ഭ്രാന്തായോ? ഒന്നിട് പ്ലീസ് സർ, ഈ ഷോളൊന്ന് എൻ്റെ തലയിലേക്കൊന്ന് ഇടുന്നേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സാറിന് കാലി വന്നിട്ട് ആ ഷോളെടുത്ത് വലിച്ചെറിയാണ്. പക്ഷെ വലിച്ചെറിഞ്ഞ ഷോള് നേരെ ശ്രുതിയുടെ തലയിൽ പോയാൽ വീഴുന്നത്. ശ്രുതി ആ സമയത്ത് അങ്ങോട്ട് വരികയായിരുന്നു. ശ്രുതിയുടെ തലയിൽ പോയാൽ വീഴുന്നത്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അശ്വിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അശ്വിനും അതേപോലെ തന്നെ ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു പ്രണയം അവിടെ മുട്ടിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജലിയാണ്. അപ്പോൾ അഞ്ജലി ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി വന്നിട്ട്, അഞ്ജലി, ലാവണ്യ ഇവിടെ എത്ര നാളായി താമസിക്കാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ ഈ മനോരമ. അപ്പം മനോരമ പറയാണ്, ഇങ്ങനെ കുറേ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനോരമ നിന്നോട് ചോദിച്ചില്ലല്ലോ, ഞാൻ അഞ്ജലിയോടാണ് ചോദിച്ചത്, അഞ്ജലി തന്നെ അതിനുള്ള ഉത്തരം പറഞ്ഞോളും, പറ അഞ്ജലി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊരു 2-3 ആഴ്ചയായി കാണും. ശരിക്കും പറഞ്ഞാൽ 3 ആഴ്ചയും 4 ദിവസമായി. എന്നിട്ട് അവൾക്ക് വല്ല ഇതുണ്ടോ, ഇനി അവളെ ഇവിടെ താമസിക്കാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എൻ്റെ മൈ ഗോഡ്, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ലാവണ്യ ബേബിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനാണോ? അങ്ങനെ പറഞ്ഞു വിടല്ലേ. അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിലേ ശ്രുതി ഇവിടെ ലാവണ്യക്ക് ട്രെയിനിങ് എടുക്കാൻ വന്നത് അത് വെറും വേസ്റ്റായി പോകില്ലേ. പിന്നെ അതുമാത്രമല്ല, എൻ്റെ മകനെക്കുറിച്ച് എന്താണ് അമ്മ ചിന്തിക്കാത്തത്? എൻ്റെ മോനെ ഹൗസ്ഫുള്ളായിട്ട് നിൽക്കുകയാണ്. എന്താ ഹൗസ്ഫുള്ളോ? അതെ, പോരെന്നറിഞ്ഞ് നിൽക്കുകയാണെന്ന്. എൻ്റെ മോനൊരു കല്യാണം വേണ്ടേ എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ മുത്തശ്ശിയാണെങ്കിൽ ഇവിടെ ആരൊക്കെ എപ്പോൾ എങ്ങനെ കല്യാണം കഴിക്കണമെന്ന് ഇവിടെ കാരണവന്മാരുണ്ട് നിശ്ചയിക്കാനായിട്ട്. മനോരമേ, നീ ആ കാര്യത്തിൽ കയറി ഇടപെടേണ്ട. ആഹാ, അത് കൊള്ളാലോ. അവൻ എപ്പോഴാണോ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നത് അപ്പം നമ്മളോട് പറയും, അപ്പം അവനെ കല്യാണം കഴിപ്പിച്ചാൽ മതിയെന്ന് മുത്തശ്ശി പറയുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും അവൻ ആഗ്രഹിക്കുന്ന സമയത്തോ? അപ്പോൾ അവൻ്റെ അമ്മയായ ഞാനുണ്ടല്ലോ ഇവിടെ, അവൻ്റെ കല്യാണം എപ്പോഴാണ് നടത്തേണ്ടതെന്ന് പറയാനായിട്ട്. അതിനെന്തിനാ ഇപ്പം അവൻ്റെ സമ്മതം?
അപ്പോൾ ഇവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ വന്നിട്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം? അതെ, ഇവിടെ ഒരു കല്യാണം നടത്തണമെന്ന്. അതായത് ആകാശ് ഇവിടെ പൊരനിറഞ്ഞ് നിൽക്കുകയാണെന്നാണ് മനോരമ പറയുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അശ്വിനും ചിരിയൊക്കെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലാവണ്യ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ശ്രുതി വന്നിട്ട്, ഇതെന്താ മാഡം ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? എല്ലാം കുളമായി. നീ പറഞ്ഞ ഐഡിയകളൊന്നും ഫലമായില്ലല്ലോ, ഇനി ഇപ്പം എന്ത് ചെയ്യാനാണ്? അത് പോണെങ്കിൽ പോട്ടെ, ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം, ഇനി നിൻ്റെ ഐഡിയ ഫലിക്കോ? ഇതൊന്നും കേട്ട് നോക്കൂ ലാവണ്യ മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ നടക്കോ? ആ നടക്കോന്നേ. അല്ല, നീ എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്? നിനക്ക് വല്ല ബോയ് ഫ്രണ്ട് ഉണ്ടോ? അല്ല, നിന്റെ ബോയ് ഫ്രണ്ടിനോട് നീ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? അയ്യോ മാഡം, അതിന് എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല. അതെന്താ ബോയ് ഫ്രണ്ട് ഇല്ലാത്തത്? നിനക്ക് പ്രണയിക്കുന്നത് ഇഷ്ടമല്ലേ? നിനക്ക് ആരോടും പ്രണയം തോന്നിയിട്ടില്ലേ ലാവണ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, സോറി ശ്രുതി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ആ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരാളോട് പ്രണയമുണ്ട്. ആണോ? പ്രണയമുണ്ടോ? എങ്കിൽ പറ കാർട്ടൂൺ ബേബി, ആരോടാ നിനക്ക് പ്രണയം? അതു പിന്നെ അയാളൊരു ഫേമസ് ആണ്. ഫേമസോ? അതാരാണെന്നൊന്ന് പറ. അങ്ങനെ ശ്രുതി പുറകോട്ട് തിരിഞ്ഞു നിന്ന് വീണ്ടും മുന്നോട്ട് തിരിഞ്ഞ് മോഹൻലാലിനെ പോലെ ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുകയാണ്. അതെ, ചങ്കിനകത്ത് ലാലേട്ടൻ, അതെ സാക്ഷാൽ മോഹൻലാൽ തന്നെയാണ് എൻ്റെ ബോയ് ഫ്രണ്ട്. ഇത് കേട്ട ലാവണ്യൊക്കെ ചിരി സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ഇപ്പം സന്തോഷമായില്ലേ? മനസ്സിൽ ചെറിയൊരു സന്തോഷമൊക്കെ തോന്നില്ലേ? ആ ചെറിയൊരു സന്തോഷം, പക്ഷേ വീണ്ടും ചെറിയൊരു ദുഃഖമൊക്കെ മനസ്സിലുണ്ട്. ആ ദുഃഖം നമുക്ക് ഇപ്പം തന്നെ മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര ഡാൻസ്, രണ്ടുപേരും തലയിൽ കെട്ടും വെച്ചിട്ട് മുഖത്ത് കണ്ണാടിയും വെച്ച് ഭയങ്കര കളിയാണ്. അപ്പോഴാണ് അശ്വിൻ അങ്ങോട്ട് പറയുന്നത്, സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് ലാവണ്യ? ഇവളുടെ ഒപ്പം കൂടി നിനക്കും ഭ്രാന്തായോ? നീയും ഈ വട്ട് കേസിനൊക്കെ ഇട്ടേക്കാണ്. അതേ ഫാൻസി ഡ്രസ്സ് പോലത്തെ ഡ്രസ്സുകളും പിന്നെ തെരുവ് ഡാൻസ് പോലെ ഡാൻസുകളും. നിങ്ങൾക്ക് വല്ല ഒരു പണിയില്ലേ ലാവണ്യ? എന്തൊക്കെയാണ് കാണിച്ചു വിടുന്നത്? അത് പിന്നെ സാർ വേണ്ട, ഒന്നും വേണ്ടണ്ട. ഇവളുടെ കൂടെ ഇത്തരത്തിലുള്ള വട്ട് പരിപാടികൾ ഇനി മേലെ കാണിച്ചു പോകരുത്. അങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രാമേട്ടൻ വന്നിട്ട്, മോളെ ശ്രുതി, ദേ ഇത് നിനക്കുള്ള കോളാ, വീട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അമ്മായി ആയിരുന്നു അത്. എന്താ അമ്മായി പ്രശ്നം? നിൻ്റെ ഫോണിലേക്ക് വിളിച്ചാൽ കിട്ടൂലേ? അത് പിന്നെ അമ്മായി, എന്താ അമ്മായി, നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വാ, അത്യാവശ്യമുണ്ട്. അയ്യോ എന്താ അമ്മായി, അമ്മായിക്ക് സുഖമില്ലേ? എന്താ പറ്റിയത്? നീ പെട്ടെന്ന് വീട്ടിലേക്ക് വാ, അതൊക്കെ വന്നിട്ട് പറയാം, നീ അത്യാവശ്യമാണ്, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ എന്ന് പറയുകയാണ്. ഇത് കേട്ടോ ശ്രുതി ആകെ പേടിച്ചു പോവുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ, ലാവണ്യ മാഡം ഞാനിപ്പോൾ ഏതായാലും ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ്, എന്തോ അത്യാവശ്യമുണ്ട്, നാളെ ഞാൻ ഏതായാലും വരാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ്. ശ്രുതിയും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ്റെ വക ലാവണ്യക്ക് നല്ല നല്ല വഴക്കം കേൾക്കുകയാണ്. ലാവണ്യ അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ബുദ്ധിമുട്ടിലായിപ്പോയി. അങ്ങനെ ലാവണ്യ ഡ്രസ്സൊക്കെ മാറി പഴയ രീതിയിൽ തന്നെ. അങ്ങനെ ലാവണ്യ വന്ന് നിന്നിട്ട് എല്ലാവരും വിളിക്കുകയാണ്. അപ്പോൾ അഞ്ജലിയും അതേപോലെ തന്നെ മനോരമയും ചോദിക്കുകയാണ്, എന്താ ഞങ്ങളോട് വരാൻ പറഞ്ഞത്? എല്ലാവരും വരട്ടെ, എല്ലാവരും വന്നതിന് ശേഷം കാര്യങ്ങളെല്ലാം തുറന്നു പറയാം എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയും വരികയാണ്. എന്താ ലാവണ്യ, നീ എന്തിനാ ഞങ്ങളെ വിളിച്ച് വരുത്തിയത്? കുറച്ച് നേരം ആയല്ലോ നീ മിണ്ടാതിരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക, എന്നാലല്ലേ കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ. പറയാം മുത്തശ്ശി, ഒന്ന് ക്ഷമിക്കുക, സാറും കൂടി വരട്ടെ, അതിനുശേഷം പറയാം. അങ്ങനെ സാറും വരികയാണ്. എന്താ ലാവണ്യ, നീ എന്തിനാ വിളിച്ചു വരുത്തിയത്? കാര്യമുണ്ട് സാർ, എനിക്ക് അത്യാവശ്യമായിട്ട് സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട് എന്നും പറയുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതി നേരെ വീട്ടിലേക്ക് ഓടിയെത്തുകയാണ്. അപ്പോൾ ശ്യാം വരികയാണ്. എന്താ ശ്യാം സാർ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ഏതായാലും അകത്തേക്ക് ചെല്ലി ശ്രുതി, അത് കണ്ടു കഴിഞ്ഞ് നീ ടെൻഷൻ ആവരുത്. അങ്ങനെ ശ്രുതി വെപ്രാളപ്പെട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ അച്ഛനും അമ്മയും കണ്ട ശ്രുതിക്ക് ആകെ സന്തോഷം. ഇവർ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷ പ്രകടനം. എന്നാലും എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. ഇത് കേട്ട അമ്മായി ആണെങ്കിൽ ഞങ്ങൾ പോലും അറിഞ്ഞില്ല. ഇവിടെ വരുന്ന കാര്യം ശ്യാം സാറിന് മാത്രമേ അറിയുള്ളൂ. ഇവരെ കൊണ്ടുവന്നതും ഇവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തതും എല്ലാം ശ്യാം സാർ തന്നെയാണെന്നും പറയാണ്. ഇത് കേട്ട നമ്മുടെ ശ്രുതി ആകെ അന്തിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ.